നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇന്നലെ വാഹനാപകടത്തിൽ അന്തരിച്ച നടൻ സന്തോഷ് നായരുടെ വിയോഗം എല്ലാവരെയും ഏറെ ഞെട്ടലാക്കിയിട്ടുണ്ടായിരുന്നു. സിനിമ, സീരിയൽ രംഗങ്ങളിലെല്ലാം തന്നെ വളരെ പ്രേക്ഷകർക്ക് എപ്പോഴും പ്രിയപ്പെട്ട ഒരു താരമാണ് സന്തോഷ് നായർ. ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം. അതിനിടയിലായിരുന്നു ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് അപകടം സംഭവിച്ച് അദ്ദേഹം മരണമടഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തുമ്പോൾ ജീവിതത്തെയും മരണത്തെയും കുറിച്ച് അദ്ദേഹം പുലർത്തിയിരുന്ന പല പക്വതയാർന്ന കാഴ്ചപ്പാടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ, പല ഇൻ്റർവ്യൂകളിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വീണ്ടും ഇപ്പോൾ ചർച്ചയാകുന്നത്. അപ്രതീക്ഷിതമായി വിട പറഞ്ഞ നടൻ സന്തോഷ് നായർ തൻ്റെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പുലർത്തിയിരുന്ന കാഴ്ചപ്പാടുകൾ, അത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ഇപ്പോൾ ചർച്ചയാകുന്നതിനുള്ള കാരണം കൃത്യമായിട്ട് വളരെ പക്വതയാർന്നിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം അദ്ദേഹം പല സിനിമകളിലെ സാഹസിക രംഗങ്ങൾ ചെയ്യുമ്പോഴൊക്കെ തന്നെ അത് ചെയ്യുന്നതിലെ ഭയമില്ലായ്മയെക്കുറിച്ചും സിനിമയോടുള്ള തൻ്റെ അർപ്പണബോധത്തെക്കുറിച്ചുമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന വാക്കുകൾ ഇപ്പോൾ ആരാധകരുടെ കണ്ണ് നിറയിക്കുകയാണ്. 1983 ഓമനിക്കാൻ ഓർമ്മ വയ്ക്കാൻ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിനിടെ ഉണ്ടായ പരിക്കിനെക്കുറിച്ചും ആ വേദനയുമായി വർഷങ്ങളോളം സിനിമയിൽ തുടർന്നതിനെക്കുറിച്ചും അദ്ദേഹം മൂവി വേൾഡിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം മനസ്സ് തുറന്നിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ ഏറെ ചർച്ചയാകുന്നത്. സിനിമയിലെ തൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ചും പുതിയ പ്രതീക്ഷകളെക്കുറിച്ചും വാചാലനായ സന്തോഷ് നായർ ദിവസങ്ങൾക്ക് ശേഷം ഓർമ്മയാകുമ്പോൾ ആ വാക്കുകൾ മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാവുകയാണ്. സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശവും മരണത്തെ ഭയമില്ലാത്ത അദ്ദേഹത്തിൻ്റെ മനക്കരുത്തുമാണ് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ഉടനീളം നിഴലിച്ചിരുന്നത്. സിനിമയിലെ സാഹസിക രംഗങ്ങൾക്കിടയിൽ അപകടമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് വളരെ ദാർശനികമായ മറുപടിയായിരുന്നു അദ്ദേഹം നൽകിയത്. നമ്മുടെ സമയം അവസാനിക്കണമെങ്കിൽ അത് വീടിനുള്ളിൽ ഇരുന്നാലും സംഭവിക്കാം. ഒരു ഫാൻ തലയിൽ വീണാൽ മതിയാകും. അപ്പോൾ പിന്നെ ഒരു ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണം സംഭവിക്കുന്നതിൽ എന്താണ് പ്രശ്നം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ചോദ്യം. അതായത് ഇപ്പോൾ ആ ഒരു ഭയത്തോടു കൂടിയ പല സാഹസിക സംഘടനകളും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് പല സിനിമകളിലും. അതിനിടയിലൊക്കെ തന്നെ കാണുന്ന പ്രേക്ഷകർക്കടക്കം ഭയം തോന്നുന്ന പല രംഗങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മരണം സംഭവിക്കണമെങ്കിൽ അത് വീടിനകത്തിരുന്നാലും കൂടി ആകാം. പക്ഷേ ഇഷ്ടപ്പെട്ട് ഒരു ജോലി ചെയ്യുമ്പോൾ മരണം സംഭവിക്കാതിരിക്കുന്നതിൽ എന്താണ് പ്രശ്നം? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ വെച്ചും സംഭവിക്കുമെന്ന ഉറച്ച വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന്. തൻ്റെ കരിയറിലെ കഠിനമായ അനുഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം അഭിമുഖത്തിൽ വാചാലനായി. 1983 ഓമനിക്കാൻ ഓർമ്മ വയ്ക്കാൻ എന്ന ചിത്രത്തിനിടെ സംഘടന രംഗത്തിനിടെയാണ് അദ്ദേഹത്തിന് കാലിന് ഗുരുതരമായി പരിക്കേറ്റത്. പക്ഷേ അന്നത്തെ ആ പരിക്ക് വർഷങ്ങളോളം ശരീരത്തിൽ അവശേഷിച്ചിട്ടും തൻ്റെ സിനിമയോടുള്ള താല്പര്യം അതൊന്നും കാര്യമാക്കാതെ അദ്ദേഹം അഭിനയ രംഗത്ത് തുടരുകയായിരുന്നു. 1983 അന്ന് അപകടം സംഭവിച്ചത്. അന്ന് ഫൈറ്റിനിടെ വീണപ്പോൾ സ്ലിപ്പായി. അവിടെ വെച്ചൊരാൾ സെറ്റാക്കി തന്നത് അതുപോലെയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അതൊന്ന് ഷെയ്ക്കായി ഇളകിയത്. ഇത്രയും കൊല്ലം ഇത് വെച്ച് തന്നെയാണ് ചെയ്തത്. ഓടാൻ പറഞ്ഞാൽ ഓടും, ചാടാൻ പറഞ്ഞാൽ ചാടും, ഇതിനിടയിൽ കാലിളകിയാൽ പിടിച്ചിടും. എല്ലാം ഇത് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളോടൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ നോ പറയില്ല. ഞങ്ങളുടെ ടൈമിൽ വന്നവരെല്ലാം ഇങ്ങനെയാണ്. കൈ പൊള്ളിയാൽ അയ്യോ എന്ന് വയ്ക്കാം, അത് റൂമിൽ ചെന്ന് മാത്രം. നമ്മളെ ഒരാൾ സിനിമയ്ക്കായി വിളിക്കുന്നു, ഇത്ര രൂപ വേണമെന്ന് പറയുന്നു, അത് അവർ തരാമെന്ന് പറയുന്നു. പിന്നെ അവർ ചോദിക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്നത് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. വെള്ളത്തിൽ ചാടാൻ പറഞ്ഞാൽ ചാടും. ഫൈറ്റ് ചെയ്യുന്ന എല്ലാവർക്കും കൈക്കും കാലിനും പരിക്കൊക്കെ ഉണ്ടാവും. സൈന്യം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിനിടയിൽ അയ്യോ ഇവിടെ ഇങ്ങനെ ചാടും എന്ന് ഹാജ ചോദിച്ചിരുന്നു. ചാടുന്നവരൊക്കെ ഉണ്ട്, ചാടുന്ന ഒരുത്തിനെ കാണിച്ചു തരാമെന്ന് ജോഷിയേട്ടൻ പറഞ്ഞു. കയ്യിൽ തോക്കയൊക്കെ ഉണ്ട്, ഒരാളെയും കൊണ്ട് വേണം വെള്ളത്തിൽ ചാടാൻ. എടാ ഇത് ചെയ്തുകൂടെ എന്ന് ജോഷിയേട്ടൻ ചോദിച്ചപ്പോൾ ചെയ്യാമെന്നായിരുന്നു തൻ്റെ മറുപടി. നിങ്ങൾ എന്തോന്ന് കാണിക്കുന്നത് എന്നായിരുന്നു ഹാജയുടെ ചോദ്യം. വെള്ളത്തിലല്ലേ ചാടുന്നത് എന്നായിരുന്നു തൻ്റെ മറുപടി. ഇനി പാറയുടെ പുറത്താണെങ്കിലും ചാടുമെന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. അതായത് പല സിനിമകളിലും പല ഇത്തരത്തിലുള്ള രംഗങ്ങൾ ചെയ്യാൻ പലരും മടിച്ചു നിൽക്കുമ്പോഴൊക്കെ തന്നെ അത് ചെയ്യാൻ യാതൊരു ഭയവുമില്ലാതെ തന്നെയായിരുന്നു അദ്ദേഹം
നിൽക്കുന്നുണ്ടായിരുന്നത്. ഇത്തരത്തിൽ പലപ്പോഴും പല ഷൂട്ടിങ്ങിനിടയിലും അപകടങ്ങൾ സംഭവിക്കുന്നതും ഒരു പതിവ് തന്നെയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് സൈന്യം എന്ന ചിത്രത്തിലെ ഒരു അഭിനയ രംഗത്തുണ്ടായിട്ടുള്ള തൻ്റെ അനുഭവം ഈ മാധ്യമത്തോട് അദ്ദേഹം തുറന്നു പറഞ്ഞത്. സിനിമയിലെ വെല്ലുവിളികൾ നിറഞ്ഞ സീനുകൾ ഏറ്റെടുക്കുമ്പോഴും ഇതേ മനോഭാവമാണ് അദ്ദേഹം പുലർത്തിയിരുന്നത്. സിനിമയിലേക്കുള്ള തൻ്റെ സജീവമായ തിരിച്ചുവരവിനെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ പങ്കുവച്ചിരിക്കുകയാണ് വിധി അപ്രതീക്ഷിതമായ ആ ജീവിതത്തിന് വിരാമമിട്ടത്. അപകടത്തെയും മരണത്തെയും പുഞ്ചിരിയോടെ നേരിടാൻ പഠിച്ച ആ കലാകാരൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയ്ക്കിടയിൽ ആരാധകർക്ക് വിങ്ങുന്ന ഓർമ്മകളായി മാറുകയാണ്. 65 വയസ്സായിരുന്നു. രാവിലെ 6:30യോടെയാണ് പത്തനംതിട്ട ഏനാത്ത് സന്തോഷും സുഹൃത്ത് രാജലക്ഷ്മിയും സഞ്ചരിച്ചിരുന്ന കാറ് വാനുമായി കൂട്ടിയിടിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തെ അവിടെ നിന്ന് അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ച് മരണം സംഭവിക്കുന്നത്. അതായത് അപകടമുണ്ടായി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നത്. അതിനിടയിൽ അദ്ദേഹത്തിന് ഹൃദയാഘാതം വന്ന് മരണപ്പെടുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന രാജലക്ഷ്മി പരിക്കേറ്റ് ചികിത്സയിലാണ്. 100-ലധികം സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള നടനാണ് സന്തോഷ് കെ നായർ. 1982 ഇത് ഞങ്ങളുടെ കഥ എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വന്നത്. ഒട്ടേറെ സിനിമകളിൽ നായകനായും സഹനടനായും വില്ലനായും തിളങ്ങി. 2014 ശേഷം സിനിമയിൽ സജീവമായിരുന്നില്ല. ഗാംഭീര്യമുള്ള ശബ്ദത്തിനുടമയായിരുന്നു സന്തോഷ്. സീരിയലുകളിലും സജീവമായിരുന്നു. റൺവേ, കാര്യസ്ഥൻ, ദി ടൈഗർ, ചന്ദ്രോത്സവം, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ തുടങ്ങി ഒട്ടേറെ വിജയ ചിത്രങ്ങളുടെ ഭാഗമായിരുന്നു സന്തോഷ് നായർ. തിയേറ്ററുകളിൽ വൻ വിജയമായ മോഹിനിയാട്ടമാണ് അടുത്തിടെ അഭിനയിച്ച സിനിമ. വീണ്ടും സിനിമയിൽ സജീവമായി തുടങ്ങുമ്പോഴാണ് അദ്ദേഹത്തെ തേടി അപ്രതീക്ഷിതമായിട്ടുള്ള ഈ മരണം എത്തുന്നത്. ഏതായാലും എല്ലാവരും സിനിമാ ലോകത്തുള്ള ഒരുപാട് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയറിഞ്ഞ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പേ കയറിക്കൂടിയ ഒരു വ്യക്തിയാണ് സന്തോഷ് നായർ. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത ഏറെ ഞെട്ടലുണ്ടാക്കുന്നത് തന്നെയാണ്.